चोर नजर आ रहा है कहाँ मिलता है। हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव, आई एम महादेव। तो दोस्तों, आज हम देखने वाले हैं पट्टना प्रवेशम फिल्म को, जो कि 1988 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं मोहनलाल, श्रीनिवासन, करमना, जनार्दन, अंबिका एंड तिलकन। और दोस्तों, इस फिल्म को डायरेक्ट किया है सत्यन अथिकन ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं। लेकिन देखने से पहले आपको याद दिला दूं, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले, लेट्स वॉच पट्टना प्रवेशम। लेट्स वॉच। ഗുഡ് മോർണിംഗ്, അശോർമ ഹിയർ. ഇല്ല, വൈകില്ല. ബോട്ട് ചെട്ടി വരെ വന്നൊരു കാറ് പോലീസിനെ കണ്ട് തിരിഞ്ഞോടി. ചേസിംഗിനിടയിൽ നമ്മുടെ ജീപ്പ് കേടായി. എന്നിട്ട് സിറ്റി ലിമിറ്റ്സിലൊക്കെ കാവലുള്ളതുകൊണ്ട് വേണ്ടത് ഒന്നും തലേ കയറിയുമില്ല. പണ്ട് ജാഥ വിളിച്ചു നടന്നതിന്റെ ഓർമ്മയാ. കുറ്റവാളികളെ പിടിക്കണമെന്ന് എപ്പോഴും. ഐ നോ ഇറ്റ് സർ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാം. होम मिनिस्टर है, होम मिनिस्टर है नहीं। ഇരിക്കും മിസ്റ്റർ വർമ്മ. കേസിന്റെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് വെറും വേളാങ്കുലികളല്ല സർ. വ്യക്തമായ കെണികൾ ഒരുക്കാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ क्या क्या बोल रहे हैं? അന്വേഷണം സർ, വല്ലവരെയും ചെന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റും. കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെയല്ല, എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാനാ എന്റെ ശ്രമം. निकाले कितने बड़े हैं। कार पीछे करे, कोई पीछे दूसरी कार भी करी पीछे से। उसे पता चल गया। अरे वो तो निकल गई गाड़ी एक। भाग्य बैग था उसके पास इसके। സാറിനെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ കേൾക്കുകയുണ്ടായി എന്നും പറഞ്ഞു. എന്നിട്ട് ഫോൺ നമ്പർ ട്രേസ് ചെയ്തു. സെക്കൻഡ് ഗേറ്റിനടുത്തുള്ള പബ്ലിക് ബൂത്ത് ആയിരുന്നു. എനിക്കിപ്പോ കൂടുതൽ ബോധ്യമായി. അതാണ് അവർക്ക് ഈ പരിഭ്രാന്തി. നമ്മുടെ കടൽ തീരത്ത് ഇറക്കപ്പെട്ട സ്വർണ്ണപ്പെട്ടികൾ നല്ലൊരു ഏറ്റുമുട്ടൽ വേണ്ടി വന്നേക്കും. ചിലപ്പോ നാളെ തന്നെ. पहुंच गया अपने घर ना। अकेले रहता शायद, बैग के पीछे पड़े शायद विंडो। कोई कोरे में घुस गया, वहीं आ गया। वो भी सीधे आ रहा बाहर। बाहर गया वो, या फिर वो अंदर आ गया था? वो गुंडा अंदर आ गया था। पटना प्रवेशम प्रवेशम। उसको मार तो नहीं दिया उन्होंने कहीं?
मार दिया शायद उसे। हाँ, मार दिया उसे। बैग लेके चला गया वो जरूर। डॉगी से पकड़ा हुआ। सीएम परेशान हो गया। मिनिस्टर सबको धमकी दे रहा है, देखो सारे पुलिस वालों को ये किसी तरह से पकड़े हुए हैं। अनाउंसमेंट कर रहे हैं वे। ആഭ്യന്തരമന്ത്രി രാജിവെക്കുക. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് ഈ നഗരത്തിൽ നടക്കുന്ന കരിങ്കൊടി പ്രകടനത്തിൽ പങ്കുകൊള്ളാൻ എത്ര മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്? സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി രോഗത്തിന് പേരില്ലേ? പേര് ആരും വ്യക്തമായി പറഞ്ഞില്ല സാർ. മെഡിക്കൽ സയൻസിൽ ഇതോടൊപ്പം ഒരു പുതിയ രോഗത്തിന്റെ പേര്. രോഗം ഒരു ക്രൈമല്ല. ക്രിമിനൽസിനെ പിടികൂടുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പിന്മാറുന്നത് उसके बाद सुनने में कोई आएंगे बता भी रहा हूँ बीमार था। വിശ്രമം വേണമെന്നാ വിദഗ്ധന്മാരുടെ അഭിപ്രായം. 6 महीने से बीमार था। 2-3 दिन गई वो। എത്തിപ്പെടാനുള്ള സകല വഴികളും വർമ്മ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞത്. വർമ്മയുടെ ബ്രീഫ് കേസും കൊലപാതകൾ കൊണ്ടുപോയി. കള്ളക്കടത്തുകാർ ये सही कह रहा है ये मिनिस्टर ना कि उन्हें स्मगलर नहीं मारा उसे। ഡിപ്പാർട്ട്മെന്റിന് വലിയ നാണക്കേടായി. അശോക് पुलिस വർമ്മയുടെ वाले कह रहे മരണം हैं कि वो ഒരു टीम കനത്ത मारते അടിയെ मरी अपना भी। മോഹൻദാസിന്റെ ഐ ജി തന്നെ ഒരു തീരുമാനം എടുക്കും. സന്തോഷത്തോടെ ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ സാർ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഒരുപാട് നേരത്തെ कोई लेना नहीं चाहता उस केस को है। കള്ളക്കടത്തുകാരേക്കാൾ സംഘടിതരായിട്ടാണ് നിങ്ങളുടെയൊക്കെ നീക്കം. ഞങ്ങളെ താഴെയിറക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന എനിക്ക് നിങ്ങളൊക്കെ കൂട്ടുനിൽക്കുക. इस अपने इलेक्शन की पड़ी है ना तभी तो परेशान हो रखा। ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ആഭ്യന്തരം വേണ്ട, घर पे ഒന്നും ही വേണ്ട. मारते हैं इसने उन्हें। ഈ സാരി കൊള്ളാമോ? साड़ी की पड़ी। അസംബ്ലി കാണിക്കുന്നവരുള്ള അഭ്യാസം ഒന്നും എന്റെ അടുത്ത് എടുക്കരുത്. മന്ത്രി ആയതിനു ശേഷമുള്ള മാറ്റമൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇലക്ഷന് നിന്നിരുന്നപ്പോ ഇറങ്ങാനോ എന്ന് വെച്ച 6 മാസം കൊണ്ട് മന്ത്രിയുടെ ഭാര്യയായി ഞാൻ മുൻമന്ത്രിയുടെ ഭാര്യയായി മാറുമെന്നോ? ദേ ഇങ്ങനെ മന്ത്രിയാണെന്നൊന്നും ഞാൻ നോക്കില്ല. सब रिजाइन की मांग कर रहे हैं उससे। പങ്കുകൊള്ളാൻ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ജനവഞ്ചകനായ ഒരു अच्छा अपोजिशन पार्टी वाले शायद। കിട്ടാതെ ഞാൻ എന്ത് ചെയ്യും? വർമ്മയുടെ മരണം കൂടി ആയപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആകെ ഭയന്നിരിക്കുകയാണ്. ഈ കേസ് ഏറ്റെടുക്കുന്നതിലും നല്ലത് ാണ് പലരും പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു അവസാന ശ്രമം കൂടി നടത്തി നോക്കാം. വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. സാർ ക്ഷമിക്കണം. പത്രവാർത്തകൾ സാറ് വായിച്ചു കാണും. ഇല്ല, മന്ത്രിയായ പിന്നെ ഞാൻ പത്രം അധികം വായിക്കാറില്ല. സാർ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയിലും വിദേശത്തും उनकी बात बता रहे हैं। ഇരുമ്പഴിക്കുള്ളില്ല. അതുകൊണ്ട് കുപ്രസിദ്ധനായ അന്താരാഷ്ട്ര കൊലയാളി പവരായിയെ വളരെ നിസ്സാരമായി കൊന്നു. ആ മലയാളി കുട്ടികൾ ഇന്ന് തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന്റെ രോമാഞ്ചമാണ് സർ. ഈ അന്വേഷണത്തിനായി അവരുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്നാണ്. वाला केस सॉल्व है जो फॉरेन गए थे वो। अच्छा उन्हीं की बात कर रहे हैं नहीं।
अच्छा उससे की आगे कहानी കീഴ്വഴക്കങ്ങൾ എന്തായാലും എല്ലാ തടസ്സങ്ങളും നീക്കി തമിഴ്നാട് സർക്കാരിൽ പ്രഷർ ചെലുത്തി പ്രഗത്ഭരായ ആ वो तो अपना भी हो गया था। अब वो तमिलनाडु गवर्नमेंट में है ना उस तभी इसके इन्वेस्टिगेशन के लिए बुला रहे हैं। ऐसे ही बन गया वो। उन्होंने कौन सा खुद से किया था वो केस वाला उस गाड़ी पे आ गया। कपड़े कैसे पहने थे उन्होंने देखा सर വരൂ സാർ दिखा जा ഇതാണ് रहा വഴി. है दूसरे रास्ते से जा रहे हैं ऐसा लोग कहीं और जगह पहुंच जाए बहुत तरीका तरीका नहीं उन्होंने। उन्हें तो मिलने के लिए बुला रखा है बस। पुलिस वाले सोच रहे क्या कर रहे हैं ഇവിടെ ഒരു ഭീകരാവസ്ഥയൊന്നും ഇല്ലെന്ന് ഐ ജി പ്രത്യേകം പറയാൻ പറഞ്ഞു. ക്കെതിരെ നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത കണ്ട് ഭയപ്പെടുന്നത് നാട്ടിലെ അധോലോകം നടുങ്ങിയ വാർത്തയൊന്നും ഇവിടുത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ? അതൊക്കെ വന്നിട്ടുണ്ട് സാർ. എന്നിട്ടാണോ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാലുകുത്തിയ ഇന്ന് ഈ നിമിഷം തന്നെ അവന്മാർ നെട്ടോട്ടം ഓടി തുടങ്ങും. കള്ളക്കടത്തുകാരൻ ഞങ്ങൾക്കറിയാം സാർ. എങ്കിൽ ഇത്തരം ബാലിശമായ സംസാരം നിർത്തും ഇൻസ്പെക്ടർ. गिलास गिर गया। हाँ ഞങ്ങൾ നിങ്ങൾക്ക് പക്ഷേ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ क्या कर रहे हैं अब ये कौन होगा उसको धनाई कर दी। कुप्ता शायद। ഈ വീട് നിങ്ങൾക്ക് താമസിക്കാൻ അപ്പൊ ഈ വീട്ടിലല്ലേ പണി നടന്നിട്ടുള്ളത്? അല്ല. എങ്കിൽ ആദ്യം ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. बेवकूफ है वो बहुत ज्यादा। ऐसे ऐसे हरकतें करते हो समझ आ सर हम खुद को जैसे पता नहीं कितने बड़े हुए होंगे വാതിലുണ്ടോ? ഉണ്ട് സാർ. ഈ വീടിന് എത്ര കൊല്ലത്തെ പഴക്കം കാണും? അത് കൃത്യമായി അറിയില്ല സാർ. कितना पुराना घर है वैसे ये जानना। എത്ര മണിക്കാണ്? രാത്രി ഒരു 11 ആയി കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അകത്ത് ബോഡി കിടന്ന സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് സാർ. क्या जा रहा है? താങ്ക് യു താങ്ക് യു താങ്ക് യു മെൻഷൻ. സാർ അത് ബോഡി മാർക്ക് ചെയ്ത സ്ഥലമാണ്. തലയല്ലേ? അല്ല സാർ അത് കാലാണ്. ഇത് കൈ. ഇത് തല. पैर को सर बोल रहा। കോൺസ്റ്റബിൾ ഡയറി എടുക്കൂ. है? ഈ ബോഡി കിടന്ന ദൂരം അളക്കൂ. दरवाजे से नाप रहा टेप। എത്രയുണ്ട്? ഒരു 3-3.5 അടി വരും. ഓ 3.5. ആ ഡയറിയിൽ രേഖപ്പെടുത്തു. ഞങ്ങൾ തീരുമാനിക്കും. ബട്ടൺ പോലും ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. अपने को ज्यादा समझ रहे हैं और डिस्कस कर रहे हैं കാല് വരെയുള്ള നീളം എത്രയാണെന്ന് അളക്കൂ. അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും. उन्हें पता ही नहीं हम कर क्या रहे हैं ുള്ളതാണ്
കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല. തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറാണ്. അവിടെ ഇവിടെ അത് വിട്ടുപോഷിക്കേണ്ട ആവശ്യം എല്ലാം CID തന്നെ. ആവർത്തിച്ചാൽ ഞാൻ മഹാത്തറയാകും. ഇനി എന്തോ തറയാകാൻ തറയാണ്. സർ, രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അയച്ചോളൂ. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് മതി. ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ചാലിന്റെ പേരെന്താണ്? അശോക് വർമ്മ. അശോക് വർമ്മയ്ക്ക് हैं वेट कितना था എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം. ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും. സർ, കുത്തേറ്റാണ് വർമ്മ മരിച്ചത്. അതെന്തിനാ? ഒന്ന് ചത്തയാൾ മറ്റത് കൊന്നയാൾ. ഓ, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ- സോറി, ശരി മിസ്റ്റർ വിജയൻ. പിന്നെ തൽക്കാലം നമുക്ക് പോകാം. കമാൺ. पुलिस वाले बोल रहे हैं क्या कर रहे हैं बैंड कुछ भी कर रहे हैं कितने लोग आ रहे हैं അകത്താക്കും. കൊലപാതകി കൂട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ മര്യാദക്ക് സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന്. യെസ്, എനിക്ക് അനുഭവ സമ്പത്ത് കുറവാണ്. കുറച്ച് വേണോ? ഈ കേസിൽ ഇതോടെ കീഴടങ്ങും. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കാണാം. കാണാം. ഇല്ല, വല്ല കാറോ ജീപ്പോ വേണമെങ്കിൽ അറിയിക്കാം. ധൈര്യമായിട്ട് പോകും. Come on. ये वही कुक है जिसको पीटा था उसने। എപ്പോഴും സംശയിച്ചേ പറ്റൂ. ഇത്രയും ക്രൂരമായിട്ട് എന്റെ ഭാര്യ പോലും എന്നെ തല്ലിയിട്ടില്ല. ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടി തല്ല് കിട്ടുന്നത് ഇത് ആദ്യമായിട്ടല്ല. പക്ഷെ എന്നെ തല്ലിയിട്ടുള്ളവർ മിക്കവരും മരുന്ന് മേടിക്കാനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് രൂപ തരാറുണ്ട്. രൂപ ഞാനും തരാം. ഇനി ഒരു 3 ദിവസത്തേക്ക് കൈ അനക്കാൻ നോക്കൂ എന്ന് പറഞ്ഞ CIDകൾക്ക് പട്ടിണി എടുക്കാൻ സാരമില്ല, പാവം പോയി റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ഇന്നത്തെ ഭക്ഷണം नहीं बनाया उसने खाना क्या उसका നല്ല കാശാണല്ലോ. किसका खाना वाले ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഇതുപോലെ നല്ല उसका खाना क्यों नहीं आया വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം. फ्राइड राइस നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും. തീരുമാനിച്ചേ പറ്റൂ. वो सोच रहा പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ചിരിക്കാനാ തോന്നുന്നത്. उसने तो खाया नहीं खाना भयंकर की രണ്ട് വശമുണ്ട് വിജയ. उसने दिखाया नहीं खाता खाना खाते समय സുഖമുണ്ടോ ദുഃഖമുണ്ട്, കയറ്റമുണ്ടോ ഇറക്കമുണ്ട്, കണ്ണീരിന്റെ തൊട്ടടുത്ത് പുഞ്ചിരിയുണ്ട്. खा लेता हूँ അത് തെളിയിക്കാം. ആ. ഇന്നത്തെ നമ്മുടെ എല്ലാ നീക്കങ്ങളും വളരെ വളരെ കറക്റ്റ് ആയിരുന്നില്ലേ? നിന്റെ കുറെ വിഡ്ഢിത്തരങ്ങൾ ഒഴിച്ചാൽ എന്റെ ഭാഗം എല്ലാം കറക്റ്റ് ആയിരുന്നു. वही आ गयो वही आदमी था अरे कैमरा मैन तो नहीं അയ്യോ, ഇയാളല്ലേ सूट की बात कर रहा था ना ആ പോയാള്. हो सकता വാ, है। നമുക്ക് പിന്തുടരാം. सोना ഞാൻ അയാളെ പിന്തുടരാൻ പോവുകയാണ്. अबे ദേ ഒരു 50 പൈസ. अबे बंदूक से इन्हें तो नहीं मारना चाहता था कोई अबे जिन्होंने उससे मारा था उस पुलिस वाले को शायद वही मारना चाहते हैं इन्हें। തോക്കെടുത്തോ? ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ആരെങ്കിലും തോക്കെടുക്കുവോ? कोई गोली चला रहा है वहाँ पे ദേ, ओ अबे ये दे आराम से घूम रहे हैं। घर पे नीचे वो नजर आ रहा है कहाँ चढ़ गया
लगने रहे क्रिमिनल होंगे, असली वाला तो कोई और ही है, लेकिन वही होंगे ये, वही लोग होंगे। नहीं तो इन्हें मारना क्यों चाहिए? वही लोग तो होंगे जिन्होंने उस पुलिस वाले को मारा था। और जो बैठा हुआ था जिसको सुन रहा था ये होटल में, वो तो ना कहीं क्रिमिनल, पता नहीं था कि वो तो चला गया था वैसे वहाँ से, ये तो बाद में आया। उसके बाद जो कैमरा था, कैमरामैन रहा होगा वो फिर। वो शायद शूटिंग की बात कर रहा था वो। अब ये कौन आ गया? ये वही पुलिस वाला नहीं? ഇത് സിഐഡികളും കുറ്റവാളികളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്. സിഐഡികൾ ഏത് സിഐഡികൾ? സിഐഡികൾ ഞങ്ങൾ തന്നെ. अच्छा, ये कोई और है ना? वो बचा दी थी जान। ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയുണ്ട്. അനാഥ മന്ദിരം കെട്ടുന്നതിനെ പറ്റിയുള്ള ണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. അത് ശരി. നിങ്ങൾ ഡിവൈഎസ്പിയുടെ കൊലപാതകം അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലേ? ആ കൊലപാതകം നഗരത്തിലെ കള്ളക്കടത്തുകാരെ ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം ദയനീയമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? ओ ഭയങ്കര ചെറുപ്പക്കാരായ നിങ്ങളോട് എനിക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു. ഈ അന്വേഷണത്തിൽ നിന്നും പിന്മാറുന്നതല്ലേ തോന്നുമ്പോ ദാ, ഇത് വെച്ചോളൂ. താങ്ക് യു സാർ. അപ്പോ ഞാൻ നിൽക്കട്ടെ. पहले वो मजाक समझ रहे थे इस केस को ना, दोनों डर गए। എന്താന്നാ കുഞ്ഞു ഷായത് പിള്ളേർ കളിയാ? നടുറോഡിൽ വെച്ച് സ്റ്റണ്ട് अबे ये गुंडा है शायद। अच्छा, इसी के आदमी थे वो। अच्छा വേണ്ടിയായി മിലിറ്ററിക്ക് നിനക്ക് അറിയത്തില്ലേ? സ്വർണത്തിന്റെയും കഞ്ചാവിന്റെയും കച്ചവടം പുറത്തറിയാതിരിക്കാനുള്ള ഒരു മറ. ക്ഷമിക്കണം മോലെ. यही है അടിച്ച് वो ഇടിച്ചിട്ട് जो ड्रग्स की स्मगलिंग करता है ना। ഇനി ഒരു അബദ്ധം പറ്റില്ല മുതലാളി. ആ മംഗലാപുരത്തുനിന്ന് ദേവഗൌഡയുടെ ഫോൺ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇടുക്കിന്ന് കഞ്ചാവിലാറി എത്തിക്കാൻ അത്ര എളുപ്പമാണ്. സന്ധ്യു എന്റെ കൈകൊണ്ട് തന്നെ വേണമെന്നായിരിക്കും ദൈവനിശ്ചയം. उन्होंने ദേവനോട് मरवाया വിളിച്ച് था പറ उस കഞ്ചാവ് silver വൈകില്ല. mug में। പിന്നെ ഏതായാലും ഗുരുവായൂർ വരെ ഒന്ന് പോവുകയാണ്. ഈ ദുർഘടങ്ങളൊക്കെ മാറ്റിത്തരാൻ ഗുരുവായൂരപ്പനോടല്ലാതെ മറ്റാരോട് പറയാൻ? നമ്മുടെ അന്ത്യം അടുത്തോ എന്നൊരു ഭീതി. നീയല്ലേ പറഞ്ഞത് CID ജോലി വളരെ സുഖമുള്ള ഏർപ്പാട്. पहले अपने को बहुत समझ रहे थे। അക്കാര്യം ഞാനും ആലോചിക്കാതിരുന്നില്ല. റോഡിൽ വെച്ചൊരു തടിയനെ ഓഹോ, കൈവിട്ടുപോയി. കൈവിട്ട് പോട്ടെ, നമുക്ക് മദുരാശിയിലേക്ക് തിരിച്ചു പോകാം. मतलब ज्यादा അങ്ങനെ ഒളിച്ചോടാ എന്നാ ഞാൻ ആലോചിക്കുന്നത്. വിജയ, നിന്റെ കരുനാക്ക് പുറത്തെടുക്കാതെ പട്ടിണി പരിവട്ടമൊന്നും നിനക്ക് മതിയായില്ലേ? किस तरह से एक रुपया नहीं था इनके पास। हाँ, ഞാൻ മനസ്സിലാക്കുന്നു. बड़ी शुद्ध ആ तुमने തടിയൻ जॉब തന്നെയാണ് में നേതാവ്. അവനെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും നമുക്കറിയണം.